വീണ്ടും ഷിരൂരിലേക്ക് പോവുകയാണ്. KV ബൈജുവും നമുക്കൊപ്പം കേണൽ എസ് ഡിന്നി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ബൈജുവിലേക്ക് പോവുകയാണ്. ബൈജു, തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടോ? ഒപ്പം ബൈജുവിനൊപ്പം അർജുന്റെ ഭാര്യ സഹോദരൻ കൂടി ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജിതിനിലേക്ക് കൂടി. തീർച്ചയായും ആര്യ, തെരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അല്പമൊന്ന് മഴ മാറിയ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും നാവികസേന പുഴയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ ആരംഭിച്ചത്. സൈന്യം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എനിക്കൊപ്പം ജിതിൻ ചേരുകയാണ്. ജിതിൻ, എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? 8ാം നാളാണ് ഇപ്പോൾ അർജുനെ കാണാനായിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ? തീർച്ചയായിട്ടും ഇന്നത്തെ ഈ 8ാം നാളായിരിക്കുന്നു. പക്ഷേ ഇതുവരെ അർജുനെ കണ്ടെത്താൻ നമുക്ക് ആയിട്ടില്ല. ഇന്നിപ്പോ ഇനി പ്രതീക്ഷകൾ ഞാൻ വെക്കുന്നത് പുഴയുടെ സൈഡും പിന്നെ പുഴയിൽ മൺകൂമ്പാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്, അവിടെയും ഒക്കെയാണ് ഇന്നത്തെ ഇനി പ്രതീക്ഷ ഉള്ളത്. എത്രയും പെട്ടെന്ന് അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നത് അത് അവിടെ പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്ത് ലോറി അവിടെ കണ്ടെത്തി ആ ഭാഗത്ത് മണ്ണ് നീക്കിയിട്ട് എടുക്കാൻ സാധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ശ്രമം ഇനിയും മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ആ രീതിയിൽ മണ്ണെടുത്ത് പോയി കഴിഞ്ഞാലേ നമുക്ക് ഇനി അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങൽ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഇനിയും എത്രയും പെട്ടെന്ന് അധികൃതർ അത്യാധുനിക സംവിധാനങ്ങളും മെഷീനറിയും ഉപയോഗിച്ചിട്ട് ആ പുഴയിലും അതിന്റെ പരിസരങ്ങളിലും തിരച്ചിൽ നടത്തി അർജുനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറയുകയാണ്. ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ പരാതി ഉണ്ടായത് ഈ തെരച്ചിൽ വളരെ മന്ദഗതിയിലാണെന്ന്. നിലവിലും ഈ 8ാം നാളാകുമ്പോഴും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന അതേ അവസ്ഥ തന്നെയാണോ ഇപ്പോൾ? അല്ല, ഇപ്പം ഇന്നലെയൊക്കെ കരഭാഗം നമ്മൾ പറഞ്ഞ പ്രകാരമെല്ലാം കരഭാഗമെല്ലാം മണ്ണെടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ലാന്ന് ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇനി എങ്ങനെയാണ് അവരെ വർക്ക് എങ്ങനെയാ അവർ കോർഡിനേറ്റ് പോകുന്നതെന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാലേ അറിയാൻ പറ്റുമോ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെ പോലും ഉള്ളിൽ കടത്തി വിടുന്നില്ല എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അതായത് കുടുംബത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാകും നടത്തുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അവിടെ ഇനി പോയി കഴിഞ്ഞാലേ നമ്മുടെ കുടുംബത്തെ അങ്ങോട്ട് കയറ്റുവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും, എന്നിട്ട് അറിയാൻ പറ്റും എന്താണെന്ന്. ഈ കരയിൽ തെരച്ചിൽ ഏതായാലും ഇനി കാര്യമില്ല, പുഴയിൽ തെരച്ചിൽ സജീവമാക്കണം എന്നാണോ ജിതിൻ പറയുന്നത്? പുഴയുടെ സൈഡ് ഭാഗവും പുഴയും ആ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ? ഞാൻ ഞങ്ങളെല്ലാരും കുറച്ച് ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്ത പ്രകാരം ആ പുഴയിൽ നിന്ന് വെള്ളത്തിലേക്ക്, റോഡിൽ നിന്ന് വെള്ളത്തിലേക്ക് കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട്. അവിടെ ഒരു 2 ലോറിയൊക്കെ നിൽക്കാനുള്ള 2-3 ലോറിയൊക്കെ വീണ് കിടക്കാനുള്ള അത്രയും ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട് ആ ഹൈറ്റ്. അപ്പോൾ അത് കാരണം ഞങ്ങളും വിചാരിക്കുന്നത് ആ മണ്ണിന്റെ ഫോഴ്സിൽ ആദ്യം ഈ ലോറി അങ്ങോട്ട് മറിഞ്ഞ് വീണിട്ട് അതിന്റെ അടിയിൽ മണ്ണ് വന്ന് ഫില്ലായി കഴിഞ്ഞാലും ലോറി അവിടെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ ഒരു ചാൻസ്, ഞങ്ങൾ പറയുന്ന ഒരു ചാൻസ് അങ്ങനെ ഇപ്പം നമുക്ക് ആവശ്യം ഇനി ഇതിന്റെ എഞ്ചിനീയറിംഗ് വശവും ടെക്നിക്കൽ വശവും അറിയുന്ന ആൾക്കാർ സ്ഥിരീകരിച്ച് പറയേണ്ടതാണ്. നമ്മുടെ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അർജുന്റെ ബന്ധുക്കളാണല്ലോ. അപ്പൊ നമ്മുടെ ആദ്യം എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുള്ള ആദ്യമായിരിക്കും. ചിലപ്പോൾ ഞങ്ങളിപ്പോ വിചാരിക്കുക ചിലപ്പോൾ ഇനി വണ്ടി അവിടെ ഇല്ല, വേറെ എവിടെയെങ്കിലും പോയോ എന്നുള്ള വരെ ഇപ്പൊ ആലോചിച്ചു തുടങ്ങി, ഈ വണ്ടി കിട്ടാത്തതുകൊണ്ട്. അത് പോലീസിന്റെ ഒരു CCTV പുറത്തു വന്നിട്ടുണ്ട്. ഈ വാഹനം ഈ സ്ഥലത്തേക്ക് പോകുന്നത് അതിലുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള മറ്റ് CCTVകളിലൊന്നും വാഹനം കടന്നു പോകുന്നില്ല. ഏതായാലും ഈ സ്ഥലത്ത് തന്നെ അപകടപ്പെട്ടിട്ടുണ്ട് അർജുൻ എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോഴും ഈ പുഴയിലുള്ള തെരച്ചിൽ ഇനി എത്രത്തോളം ദുഷ്കരമാണ്, നമുക്കത് എളുപ്പമാകും? ഈ ഇപ്പോഴുള്ള ഒരു തെരച്ചിൽ ഈ സംവിധാനം വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമാകും തോന്നുന്നുണ്ടോ? ഇല്ല, ഈ സംവിധാനം വെച്ചിട്ട് പുഴയിലുള്ള തെരച്ചിൽ തീർത്തും ദുഷ്കരമായിരിക്കും. ഇന്നലെ അറിയാൻ പറ്റിയത് നേവിയുടെ ഒരു വേറെ സ്കൂബ ഡൈവിംഗ് ടീമാണ് ഇന്ന് വന്ന് സെർച്ചിങ് നടത്തുന്നത്. അവരെ ഏത് തരത്തിലുള്ള പ്രോഗ്രസ് ആണ് നടത്താൻ പോകുന്നതെന്നൊന്നും ഇപ്പം അറിയില്ല. അവിടെ തുടങ്ങിയോ എന്നും അറിയില്ല. അതിപ്പം അവിടെ പോയി എന്നെ ഉള്ളിൽ കടത്തി വിടുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇനി എന്തെങ്കിലും അവിടെ നിന്ന് വിവരം ലഭിക്കുകയുള്ളൂ. ഈ സൈന്യം ചിലപ്പോൾ തിരിച്ചു പോകാനാണ് സാധ്യത, അങ്ങനെയൊക്കെ പറയുന്നത്. നല്ല സ്ഥിരീകരണം വന്നില്ലെങ്കിലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സൈന്യം ഇവിടെ ഇനിയും തുടരണമെന്നാണ് തന്നെയാണോ ആവശ്യം? സൈന്യം തുടരുന്നത് ചിലപ്പോൾ അത് നല്ല കാര്യമായിരിക്കാം. കാരണം അവർ ഈ ചെക്കിംഗ് അവർ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഏതൊക്കെ അവരൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവരൊരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം ഇവർ ചെയ്യുന്നുണ്ട്.
ഇപ്പം തന്നെ സൈന്യമാണ് ഒന്നുകൂടി നേവിയോട് സ്കൂബ ഡൈവിംഗ് ടീമിനോട് ഒന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒന്നുകൂടി ഇന്ന് അവരെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നീക്കമാണ്. അപ്പം നമ്മൾ ആരെയും നമ്മൾ അങ്ങനെ ഇതാക്കുന്നില്ല. സൈന്യം ഇവിടെ തുടരുന്നു തന്നെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. തുടക്കത്തിൽ ഈ ഏകോപന കുറവുണ്ടായി എന്ന ഒരു ആക്ഷേപം, ആ പരാതി നമ്മൾ ജിതിൻ പലതവണ ന്യൂസ് 18 തന്നെ ഇത്തരത്തിൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും ഏകോപന കുറവും ഒപ്പം ഈ കർണാടക സർക്കാരിന്റെ പല ഈഗോ അത് നമ്മളെ തെരച്ചിലിന് വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് ജിതിൻ പറഞ്ഞിരുന്നു. അത് ശരിയാണ്. അതെ, ഈ തുടക്കത്തിലുള്ള പോരായ്മ അത് 100% വളരെ ശരിയാണ്. അത് ഞങ്ങൾ ഇവിടെ ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ കൈമലർത്തി നിഷ്കളങ്കരായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പല ആൾക്കാരോടും പറയുന്നു ഞങ്ങളുടെ വിഷമങ്ങൾ, ആരും കേൾക്കാൻ തന്നെ തയ്യാറാവുന്നില്ല. ഗ്രൗണ്ടിലുള്ള പോലീസുകാരോട് ചോദിക്കും, അവർ ഇന്ന് കിട്ടും, നാളെ കിട്ടും, വെയിറ്റ് ചെയ്യൂ, ആ രീതിയിലുള്ള സംസാരങ്ങൾ. അതിനുശേഷം ഇതൊന്നും നടപടിയാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഭാര്യയും കുടുംബവും എല്ലാം MP-യെ കാണാൻ പോയതും അങ്ങനെയാണ് ഈ ന്യൂസ് എല്ലാം വരാൻ തുടങ്ങിയതും. ഇപ്പോഴും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ അങ്ങനെ പറയുന്നില്ല, സർക്കാരിനെ ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്നുള്ള അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു കോർഡിനേഷൻ കുറവ് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, കോർഡിനേഷൻ കുറവ് അത് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ജിതിൻ പറയുന്നത് അത് തന്നെയാണ്, ഒരു ഏകോപന കുറവ് ഇപ്പോഴും ഉണ്ട്. ഇത് ഇനി വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. 8ാം നാൾ അത് ഓർക്കണം, ഇനിയും അർജുനെ കണ്ടെത്താൻ വൈകരുത്. അത് തന്നെയാണ് ജിതിൻ ഇപ്പോൾ ന്യൂസ് 8നോട് പങ്കുവെക്കുന്നതും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് അർജുന്റെ ബന്ധു, ഭാര്യ സഹോദരനായ ജിതിനൊപ്പം നമുക്കൊപ്പം ഇപ്പോൾ ചേർന്നത്. ജിതിൻ സൂചിപ്പിക്കുന്ന കാര്യം അതുതന്നെയാണ്, ഏകോപനക്കുറവ് ഇപ്പോഴും ഉണ്ട്. ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈഗോയുടെ പുറത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. തെരച്ചിലിൽ ഇപ്പോഴും പൂർണ്ണമായ സംതൃപ്തി ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് അവർക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന പുഴയിലെ തെരച്ചിലിൽ പ്രതീക്ഷ വെക്കുകയാണ്. നമുക്കൊപ്പം കേണൽ S ഡിന്നി കൂടി